ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എപ്പിക് പ്ലീസ്. അപ്പം ഇന്ന് നമ്മൾ എപ്പിക് പ്ലീസിലൂടെ കാണാൻ പോകുന്നത് കിൽ മി ഓർ ഹീൽ മി എന്നൊക്കെ ഡ്രാമയുടെ 6th എപ്പിസോഡിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. ഈ ഡ്രാമയുടെ മുന്നത്തെ എപ്പിസോഡിൻ്റെ ലിങ്കെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ കയറി കാണുക. ഇതുവരെ ചെയ്ത എപ്പിസോഡ്സ് എല്ലാം എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നേക്കാം. അറിയാതെയാണെങ്കിലും അപ്പോഴത്തെ ആ ഒരു മൊമെൻറ്റിൽ ചാ കിസ് ചെയ്യാൻ റെഡി ആകുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് കിസ് ചെയ്തില്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പം ചായക്ക് എന്തോ അടി കിട്ടിയ പോലെ ബോധം വരുന്നു. പ്രതീക്ഷിച്ചിരുന്ന ഒരു കിസ് കിട്ടാതാകുമ്പം റെജിനോ ചാടെ കഴുത്തിന് വരെ പിടിക്കുന്നുണ്ട്. ചാ പിടിച്ച് കിസ് ചെയ്യാൻ ചെന്നതിനാണ് അവൾ കഴുത്തിന് പിടിച്ചതെന്ന് ഓർത്തവളോട് മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ റെജിനോ ആണെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പോയാൽ അത് പൂർത്തിയാക്കാനുള്ള ഉത്തരവാദിത്തം വേണമെന്നും പറഞ്ഞ് അവനെ ബലമായിട്ട് കീഴ്പ്പെടുത്തി പിടിച്ച് കിസ് ചെയ്യാനായിട്ട് നോക്കുന്നു. റെജിനോയുടെ കഷ്ടകാലത്തിന് ഇവിളി കാണിച്ചു കൂട്ടുന്നതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ റിയോണും കൂടെ കയറി വരുന്നു. പാവം ഒരാങ്ങളൊക്കെ ഇങ്ങനെ ഒരു ഗതികേട് വരല്. പിന്നെ സീൻ കട്ടായി കാണിക്കുന്നത് ഉള്ള ചക്കയും മാങ്ങയും തേങ്ങയൊക്കെ പാഴ്സലാക്കി കൊടുത്ത് ചായ വീട്ടുകാർ യാത്ര അയക്കുന്നതാണ്. മകള് കാണിച്ച വടലത്തരത്തിന് പാവം ചായ എന്ത് പേടിച്ച്, അതുകൊണ്ട് തൽക്കാലം ചായ രക്ഷപ്പെട്ടു. ഇതേ സമയം റെജിനോ ആണെങ്കിലും കുടിച്ച കള്ളിൻ്റെ കെട്ടിറങ്ങിയപ്പം കാണിച്ച ഗുരുത്തക്കേട് ഓർത്ത് തല താഴ്ത്തി പശ്ചാത്തപിച്ച് അവിടെ നിൽപ്പുണ്ട്. ചായ യാത്രയാക്കിയ ശേഷം അപ്പനും അമ്മയും ആങ്ങളെയും കൂടി നേരത്തെ അങ്ങ് അപമാനിച്ച് വിടുന്നുമുണ്ട്. എന്താണേലും ഇന്നത്തെ ഇൻസിഡൻറ്റോട് കൂടി റെജിനോടുള്ളിൽ തന്നോട് എന്തൊക്കെയോ ഒരു ഫീലിങ്സ് ഉണ്ടെന്ന് നമ്മുടെ ചായക്ക് ബോധ്യമായി. അതോർത്തൊന്ന് മതിമറക്കുന്നുണ്ട്. അങ്ങനെ മതിമറന്ന് നിൽക്കുമ്പം ചെറിയൊരു ഷോട്ടിൽ 1 സെഞ്ചുറി വന്നു പോകണത് കാണിക്കുന്നുണ്ട്. ഇനി അടുത്ത ദീപിന് എന്ത് കൊല്ലാപ്പാണ് ഒപ്പിച്ച് വെച്ചതെന്ന് ദൈവം തമ്പുരാൻ അറിയാം. എന്താണേലും നെക്സ്റ്റ് മോർണിംഗ് ചാ കണ്ണ് തുറക്കുമ്പം റൂം ഫുള്ള് അലങ്കോലപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ക്യാമറ വരെ തല്ലിപ്പൊട്ടിച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം സെഞ്ചുറി കൊടുത്ത പണിയാണെന്ന്. ഇനിയിപ്പോൾ ഇവനിത് എന്ത് പുലിവാലൊപ്പിക്കാനായിട്ടാണ് വന്നതെന്ന് ചോദിച്ചാൽ ചാ റെജിനോ ആയിട്ട് അടുക്കാൻ ശ്രമിച്ചതിൻ്റെ കലിപ്പ് തീർത്ത് വെച്ചേക്കുന്നതാണിത്. കൂടാതെ ഇനി റെജിനോനെ തൊടാൻ ചാ ധൈര്യം കാണിച്ചാൽ ചാടെ ഫസ്റ്റ് ലവിനെ തട്ടിക്കളയുന്ന ചെറിയൊരു ഭീഷണി മുഴക്കുന്നുണ്ട്. ഫസ്റ്റ് ലവിൻ്റെ കാര്യം കേട്ടപ്പം ഇനി സെഞ്ചുറി അവളെങ്ങാനും വല്ലതും ചെയ്തോന്നോർത്ത് അവളെ വിളിക്കുമ്പം അവളാണ് നൈറ്റ് ഫുള്ള് പണിയെടുത്ത ക്ഷീണത്തിൽ കിടന്നുറങ്ങുമായിരുന്നു. സോ കോൾ എടുത്തത് നമ്മുടെ കിജുനാണ്. ചാ കൂടുതലൊന്നും കിജുനോട് പറയുന്നില്ല, ജസ്റ്റ് അവളെ ഒന്ന് സൂക്ഷിച്ചോണമെന്ന് മാത്രം പറഞ്ഞ് വെക്കുന്നു. ഇതേ സമയം റെജിനോ നടന്നതെല്ലാം ഓർത്ത് കിളി പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സുപ്പീരിയർ ഡോക്ടർ വിളിച്ചിട്ട് നീ പ്രൊബേഷൻ പീരീഡിൽ പണിയെടുക്കത്തില്ലേടി, വേഗം ഹോസ്പിറ്റലിലേക്ക് വന്നു പറഞ്ഞ് വിളിക്കുന്നു. സെഞ്ചുറി അവനെ പിടിച്ച് പഞ്ഞിക്കെട്ടപ്പം അവന് ചെറിയൊരു പേടി വന്നതായിരുന്നു. ചാ പോയി മാപ്പ് പറഞ്ഞപ്പം പാവം റെജിനോനെ പിന്നെ അവൻ മാടിനെ പോലിട്ട് പണിയെടുപ്പിക്കുക. എന്താണേലും ഇപ്പോൾ സുപ്പീരിയർ റെജിനോനെ വിളിച്ചതിന് കാരണം ഒരു VVIPക്ക് വേണ്ടിയിട്ട് റെജിനോ പ്രൈവറ്റ് ഡോക്ടറായിട്ട് കുറച്ച് കാലത്തിനൊന്ന് വർക്ക് ചെയ്യണം. അതിൻ്റെ എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യിക്കാനായിട്ടാണ് വിളിച്ചു വരുത്തിയത്. ഇതേതവനാടാ സാധാ ഒരു ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റിനെ ഡോക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കിയാൽ വേറെ ആരുമല്ല നമ്മുടെ ഡൂയിഞ്ച തന്നെയാണ്. ചാന്നറിയുമ്പോൾ അവൾ സുപ്പീരിയറിൻ്റെ കാല് പിടിച്ച് പറയുന്നുണ്ട് ഇവിടല്ലേ എന്ന്. എന്നാൽ സുപ്പീരിയറാണെ പോയേ പറ്റുമെന്ന് പറഞ്ഞ് അവളെ അവിടെ നിന്ന് ഇറക്കി വിടുന്നു. ഇതിപ്പം ഹോസ്പിറ്റലിലെ ഡയറക്ടർ ബോർഡിൽ നിന്നുള്ള ഒരു ഉത്തരവും കൂടെ ആയത് കാരണം റെജിനോയ്ക്ക് അവിടം വരെ പോവാതിരിക്കാനും ആകുന്നില്ല. റെജിനോ ചാടെ വീട്ടിൽ വന്നപ്പോൾ കാണുന്നതോ വീടെല്ലാം അടിച്ച് പൊട്ടിച്ചിട്ടേക്കുന്നതാണ്. നേരത്തെ എത്രമാത്രം റെജിനോയിൽ നിന്ന് അകന്നിരിക്കാമെന്നായിരുന്നു ചാ ശ്രമിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അവളെ പ്രൈവറ്റ് ഡോക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാനായിട്ടുള്ള ശ്രമത്തിലാണ്. അതിന് കാരണം വേറെ ഒന്നുമല്ല, സെഞ്ചുറിക്ക് റെജിനോയോടുള്ള പോലൊരു ഫീലിങ്സ് റെജിനോയ്ക്ക് സെഞ്ചുറിയോട് ഉണ്ടോ എന്ന് ചായക്ക് ചെറിയൊരു ഡൗട്ടുണ്ട്. കാര്യം ഇങ്ങനെ അങ്ങ് വിട്ടാൽ റെജിനോ സെഞ്ചുറിയുടെ കൂടെ ചേർന്ന് ചായ ഇല്ലാണ്ടാക്കുമോ എന്നുള്ളൊരു ഭയം ചാടെ ഉള്ളിൽ കയറി കൂടിയിട്ടുണ്ട്. സോ റെജിനോ സെഞ്ചുറിയുടെ സൈഡിൽ പോകുന്നതിന് മുന്നേ തൻ്റെ സൈഡിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമത്തിലാണ് ചാ. ആൻഡ് അത് മാത്രമല്ല, സെഞ്ചുറി മറ്റൊരു ഡോക്ടേഴ്സുമായിട്ടും കോപ്പറേറ്റ് ചെയ്യില്ല. ആകെപ്പാടെ അവൻ അനുസരിക്കുന്നത് റെജിനോനെ മാത്രമാണ്. അതുകൊണ്ടാണ് എക്സ്പേർട്ട് അല്ലാഞ്ഞിട്ട് കൂടിയും ചാ റെജിനോനെ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ടുള്ളൊരു കാരണം. എന്നാൽ റെജിനോ 2 കൂട്ടരുടെ കൂടെ നിൽക്കാനും റെഡിയാവുന്നില്ല. അവൾ സെഞ്ചുറിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യത്തില്ല, ചായക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോൾ ചാ ആണ് അവളുടെ ഹോസ്പിറ്റലിലെ ചീഫ് ഡോക്ടറിനെ വിളിച്ച് അവളെ ജോലിയിൽ നിന്നും പുറത്താക്കാനായിട്ട് പറയുന്നു. ഇനി വേറെ വഴിയില്ല റെജിനോയ്ക്ക്. ഇപ്പം തൽക്കാലത്തേന് വേറെ ജോലിയുമില്ല. ചാ പറയുന്നത് പോലെ കേട്ടില്ലേ, അവനുള്ള ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷവും അവൾക്ക് ഹോസ്പിറ്റലിൽ കയറാൻ പറ്റത്തുമില്ല. സോ അതിൻ്റെ കലിപ്പ് മുഴുവൻ ചാട മണ്ടയ്ക്ക് തീർത്ത് റെജിനോ ഇറങ്ങുന്നു. റെജിനോ ചാട വീട്ടിൽ നിന്ന് ഇറങ്ങി പോണത് നമ്മുടെ ഫസ്റ്റ് ലവ് കാണുന്നുമുണ്ട്. നേരത്തെ ചായയോട് അത്ര താല്പര്യം ഇല്ലെങ്കിലും ചാ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുമ്പം, അല്ലെങ്കിൽ ചാ ഇപ്പോൾ അവളോട് വിയേർഡായിട്ട് പെരുമാറാൻ ശ്രമിക്കുമ്പം അവൾക്ക് നല്ല സങ്കടം ആവുന്നുണ്ട്. ചാ ശരിക്കും ഫസ്റ്റ് ലവിനെ അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള കാരണം നമുക്കറിയാം സെഞ്ചുറിയാണ്. പക്ഷേ ചാ അവളെ ഇഗ്നോർ ചെയ്യുന്നതിന് കാരണം നമ്മുടെ റെജിനോ ആണെന്ന് അവൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഇവിടുന്ന് സീൻ കെട്ടായി കാണിക്കുന്നത് റെജിനോ ചീഫ് ഡോക്ടറിൻ്റെ നേരെ തട്ടിക്കയറുന്നതാണ്. എനിക്കെങ്കിലും ചായക്ക് വേണ്ടി പണിയെടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ്. ശരിക്കും പറഞ്ഞാൽ ചാ റെജിനോനെ ഹോസ്പിറ്റലിൽ നിന്ന് ജോലിയിൽ നിന്ന് പറഞ്ഞൊന്നും വിട്ടിട്ടൊന്നുമില്ല. ജസ്റ്റ് അവന് വേണ്ടിയിട്ട് ഒരു 3 മാസത്തേക്കിന് ജോലി എടുക്കാൻ വേണ്ടിയിട്ട് അവളെ കൊണ്ടൊന്ന് ലീവ് എടുപ്പിച്ചു എന്നേ ഉള്ളൂ. അത് ഡോക്ടർ സാറ് നമ്മുടെ റെജിനോയോട് പറയുന്നുണ്ട്. എന്താണേലും ചീഫ് ഡോക്ടർ റെജിനോനെ ഒരുവിധം ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. ഇതേ സമയം റിയോണ് അവൻ്റെ നോവലിൻ്റെ പണിപ്പുരയിലായിരുന്നല്ലോ. നേരത്തെ ഞാനൊരു എപ്പിസോഡിൽ പറഞ്ഞായിരുന്നല്ലോ ചാടെ ഫോട്ടോ നമ്മുടെ റിയോണിൻ്റെ റൂമിൽ കണ്ട കാര്യം. അതിന് കാരണം റിയോൺ ഏതോ ഒരു പുതിയ നോവൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിലെ കേന്ദ്ര ബിന്ദുവായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ ചായനെയും റെജിനോനെയും ഒക്കെയാണ്.
അതെന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് വഴിയെ അറിയാൻ പറ്റുള്ളൂ. പണിയെല്ലാം എടുത്ത് ക്ഷീണിച്ചൊന്ന് നടുവ് നോർത്ത് വിൻഡോയുടെ അവിടെ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ റെജിനോ ആണെങ്കിലും നടന്നതെല്ലാം ഓർത്ത് പേയും വിശാശും കൂടിയ പോലെ അതിൽ അലഞ്ഞു തിരിഞ്ഞ് നടപ്പുണ്ട്. ശരിക്കും പറഞ്ഞാൽ റെജിനോ ചായക്ക് ഡോക്ടറായിട്ട് പോകണം എന്നുള്ള തീരുമാനം വേണ്ടാന്നങ്ങ് വെക്കുന്നുണ്ട്. പകരം ഒരു 4 മാസത്തേക്കിന് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് പുറത്തു പോകാനായിട്ടുള്ള ഒരു തീരുമാനത്തിൽ വന്നെത്തുന്നു. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് ഓഫീസിലെ ഒരു മീറ്റിംഗ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഒമേഗ എന്ന പേരിൽ നമ്മുടെ റിയോൺ അത്യാവശ്യം നല്ല ഫേമസ് ആണ്. അവൻ്റെ നോവൽസിന് അത്രമേൽ അംഗീകാരമാണ് ജനങ്ങൾക്കിടയിൽ. സോ ഒമേഗ ആയ നമ്മുടെ റിയോണിനെ ബോർഡിൽ കൊണ്ടുവരാനായിട്ടുള്ള ശ്രമത്തിലാണ് സീസൺ ഗ്രൂപ്പിൻ്റെ ID ഡിപ്പാർട്ട്മെൻറ്റ്. റിയോൺ ഒരു അൺനോൺ ഫേമസ് ഓതർ ആയത് കാരണം ആർക്കും തന്നെ അവനുമായിട്ടൊരു ഡീലിൽ വന്നെത്താനായിട്ട് സാധിക്കുന്നില്ല. സോ കിജൂണ് എങ്ങനെയും ചായക്കിട്ട് പാര വയ്ക്കാനായിട്ടാണല്ലോ പ്രസിഡന്റ് സ്ഥാനത്ത് കയറി ഇങ്ങിരിക്കുന്നത്. സോ ഒമേഗയുടെ ഫുൾ ഉത്തരവാദിത്വം നമ്മുടെ കിജൂണ് ചാടമണ്ടയ്ക്ക് കൊണ്ട് വെക്കുന്നു. ആ ഒരു പണി പോരാഞ്ഞിട്ട് ഇവരുടെ ID ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ പുതിയ മൂവി ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ റെജിനോ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണ് തിരഞ്ഞെടുത്തതെന്ന് നമ്മുടെ കിജൂണ് ചായയോട് പറയുന്നുണ്ട്. ജസ്റ്റ് ചെറുതായിട്ട് തനിക്ക് എന്തൊക്കെയൊക്കെയോ അറിയാമെന്നുള്ള മട്ടിൽ ചായ ഒന്ന് പേടിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് കിജൂണ്. ഒന്നാമതേ ചായക്ക് സെഞ്ചുറിയെ കൊണ്ടും കിജൂണിനെ കൊണ്ടും വല്ലാത്ത തൊല്ലയാണ്. ആ കൂടെ നമ്മുടെ പാട്ടിയമ്മ അടുത്ത പണി പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ചായ ഏതോ ഒരു ബിസിനസ്മാൻ്റെ മകളെ കൊണ്ട് കെട്ടിക്കാൻ വേണ്ടിയിട്ട്. ആ കൊച്ചിനെ കെട്ടിയാൽ ഇവരുടെ ഷെയർ ഹോൾഡ് എങ്ങാണ്ട് കൂടുതലാണ്ട് ചെയ്യും. അതാണ് ഇപ്പം ഇവരുടെ ഇടയിൽ ഇങ്ങനൊരു ടോക്ക് വരാൻ കാരണം. ചായ എങ്ങനെയെങ്കിലും പറ്റാവുന്ന രീതിയിൽ അതിനെയൊക്കെ എതിർക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. അത് കഴിഞ്ഞ് ക്യാബിനിൽ വന്നിട്ട് നമ്മുടെ മാനേജറുമായിട്ട് ഒമേഗയുടെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നത് കാരണം ഒന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അവൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. ചെറുപ്പത്തിൽ നടന്നതും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതും പണ്ട് നടന്ന കാര്യങ്ങളിൽ ഒരു കാര്യം, ചെറുപ്പത്തിൽ ഏതോ ഒരു പെൺകുട്ടിയായിട്ട് സംസാരിക്കുന്നതും ആ കുട്ടി പെട്ടെന്ന് മാറി റെജിനോ ആവുന്നതും കണ്ട് ഞെട്ടി എണീക്കുന്നു. ആ ഒരു ഷോക്കിൽ ചാടെ ക്യാരക്ടർ വീണ്ടും മാറുന്നു. ഏത് ക്യാരക്ടറാണ് പുറത്തു വന്നതെന്ന് കാണിക്കുന്നതിന് തൊട്ട് മുന്നേ നമ്മുടെ റെജിനോനെ ഒന്ന് കാണിക്കുന്നുണ്ട്. അവളാണ് ട്രെയിനിങ്ങിന് പോകാമെന്ന് തീരുമാനിച്ച് കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു. കടൽ കിടക്കുന്നതിന് മുമ്പേ നമ്മുടെ ചായയോടൊരു ബൈ പറയാമെന്നൊക്കെ കരുതി വിളിക്കുമ്പം കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നില്ല. സോ റെജിനോ കാര്യം അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത്രയും നേരം റെജിനോ വളവളാന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് ചാടെ 5ാമത്തെ ക്യാരക്ടറായ യൂസഫിനോടാണെന്ന്. ഓഫീസിൽ വെച്ച് ചാടെ ക്യാരക്ടർ മാറിയായിരുന്നല്ലോ, അത് യൂസഫായിട്ടാണ് മാറിയത്. തീർന്നു. യൂസഫാണേലും ഒരു സൂയിസൈഡൽ ക്യാരക്ടറും. ഏത് നേരവും ചാണെന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ അവനുള്ളൂ. യൂസഫിനെ ഞാൻ 5ാമത്തെ ക്യാരക്ടർ എന്ന് വിളിക്കാൻ കാരണം 4ാമത്തെ ക്യാരക്ടർ നമ്മുടെ നാനയാണ്. നാനയുടെ ഡിസ്ക്രിപ്ഷൻ തരുന്നതിന് മുന്നേ നമുക്ക് യൂസഫിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് തരുന്നത്. ആകെപ്പാടെ നാനയെ പറ്റി അറിയാവുന്നത് അത് ഏതൊരു കൊച്ചു കുട്ടിയുടെ ക്യാരക്ടറാണെന്ന് മാത്രമാണ്. എന്താണെങ്കിലും ഇപ്പം ചാടെ ഉള്ളിൽ നിന്ന് പുറത്തു വന്നത് യൂസഫാണ്. സോ പിന്നെ പറയണം, റെജിനോയ്ക്ക് നല്ല ടെൻഷനായി. ആകെപ്പാടെ ഇതിനെപ്പറ്റി ഇപ്പോൾ അറിയാവുന്നത് റെജിനോയ്ക്കും മാനേജർക്കും മാത്രമാണ്. മാനേജറിനെ ആണെങ്കിൽ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. സോ ഇനിയിപ്പം നമ്മുടെ ചായനെ യൂസഫായിട്ട് വിട്ടിട്ട് പോയാൽ പിന്നെ ചായനെ പേപ്പറിൽ കാണാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് റെജിനോ നമ്മുടെ ചായനെ അന്വേഷിച്ചിറങ്ങുന്നുണ്ട്. അതായത് യൂസഫായി മാറിയ നമ്മുടെ ചായ അന്വേഷിച്ചിറങ്ങുന്നുണ്ട്. റെജിനോ യൂസഫായി മാറിയ ചായ അന്വേഷിക്കുന്നതിനിടയിൽ ഒരു ചെറിയ ഷോട്ടിൽ ഇതുവരെ ചാട ഉള്ളിൽ നിന്ന് പുറത്തു വന്ന ക്യാരക്ടേഴ്സിനെ സ്പ്രേ പെയിൻറ് ഉപയോഗിച്ച് യൂസഫ് വരയ്ക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് സെഞ്ചുറി, പെരി പാർക്ക്, നാന, യൂസഫ്. അങ്ങനെ ആ വരച്ചതും കാണിച്ച് യൂസഫ് പാട്ടൊക്കെ പാടി ജോളിയായി ചാടാൻ റെഡിയായി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. യൂസഫ് ചാടൂ? യൂസഫ് ചാടത്തൊന്നുമില്ല. ചാടിയ പിന്നെ കഥ തീർന്നില്ലേ? ഇനിയിപ്പോൾ എങ്ങനെയാണ് റെജിനോ യൂസഫിനെ താഴെ ഇറക്കിക്കൊണ്ട് വരുന്നതെന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പം അടുത്ത എപ്പിസോഡ് ഞാൻ വേഗം തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അണ്ടിൽ ദെൻ ബൈ.